ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ച് ഡേ 76 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ച് ഡേ 76 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് എന്തൊക്കെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC കേരള ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്നും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, കേരള PSC കേരള ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്നും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മലനാട് ഭാഗത്ത് നിന്നും PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട 8 ചോദ്യങ്ങളാണ്. ഈ 8 ചോദ്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. കാരണം 2014 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തതിനു ശേഷമാണ് നമ്മളിവിടെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ പ്രീവിയസ് ആയി ഒരുപാട് തവണ കണ്ട ചോദ്യങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ എക്സാമിന് കാണും. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. മലനാട് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? മലനാടാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാടെന്ന് ചോദിച്ചാൽ 48%. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ സുഹൃത്തുക്കളെ? 48%. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മലനാട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? മലനാടെന്ന്. മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ. തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മലനാടിന്റെ ശരാശരി ഉയരം എത്ര എന്ന് ചോദിച്ചാൽ 900 മീറ്റർ ആണ്. ഇനി നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിന് മുകളിലേക്ക് ഉയരമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ പൊതുവായിട്ട് മലനാട് എന്ന പേരിൽ വിളിക്കുന്നത്. കേരളത്തിൽ മലനാടിന്റെ ഭാഗമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ട പർവ്വതനിര. കേരളത്തിൽ മലനാടിന്റെ ഭാഗമായി കാണപ്പെടുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് പശ്ചിമഘട്ട പർവ്വതനിരയാണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് മലനാടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ കിഴക്കേ ഭാഗത്തായി കാണപ്പെടുന്ന അല്ലെങ്കിൽ കിഴക്കറ്റത്തായി കാണപ്പെടുന്ന ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് മലനാടാണ്. പർവ്വതങ്ങളും നിബിഡവനങ്ങളും ഉൾപ്പെടുന്ന കേരളത്തിന്റെ ഭൂവിഭാഗം മലനാടാണ്. പർവ്വതങ്ങളും നിബിഡവനങ്ങളും ഉൾപ്പെടുന്ന കേരളത്തിന്റെ ഭൂവിഭാഗം ഏതാണ്? അത് മലനാടാണ്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് മലനാടാണ്. പഠിച്ചോളനെ, കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് മലനാടാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മലനാടുമായി ബന്ധപ്പെട്ട് PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള 8 ചോദ്യങ്ങളാണ്. അവ ഓരോന്നായി നമ്മളിവിടെ പറയുമായിരുന്നു. ഒന്നാമത്തെ ചോദ്യം എന്താ? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം എന്നറിയപ്പെടുന്നത് മലനാടാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ? കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാടെന്ന് ചോദിച്ചാൽ 48%. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മലനാടെന്ന്. മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. കേരളത്തിൽ മലനാടിന്റെ ഭാഗമായി കാണപ്പെടുന്ന പർവ്വതനിര ഏതാ? പശ്ചിമഘട്ട പർവ്വതനിരയാണ്. കേരളത്തിന്റെ കിഴക്കേ ഭാഗത്തായി കാണപ്പെടുന്ന ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് മലനാടാണ്. പർവ്വതങ്ങളും നിബിഡവനങ്ങളും ഉൾപ്പെടുന്ന കേരളത്തിന്റെ ഭൂവിഭാഗം എന്ന് ചോദിച്ചാൽ അത് മലനാട് തന്നെയാണ്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂവിഭാഗം ചോദിച്ചാൽ അത് മലനാടാണ്. പഠിക്കും. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഇടനാട്. ഇടനാടിൽ നിന്നും PSC സ്ഥിരം ചോദിക്കുന്ന 5 ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ഇടനാടിൽ നിന്നും PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലായി കാണപ്പെടുന്ന ഭൂവിഭാഗം ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലായി കാണപ്പെടുന്ന ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് ഏതാ? ഇടനാടാണ്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാടെന്ന് ചോദിച്ചാൽ 42%. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 42%. ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം കാണപ്പെടുന്ന കേരളത്തിലെ ഭൂവിഭാഗം ഇടനാടാണ്. ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം കാണപ്പെടുന്ന കേരളത്തിലെ ഭൂവിഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടനാടാണ്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂവിഭാഗങ്ങളെയാണ് ഇടനാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിച്ചോളനെ, കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂവിഭാഗങ്ങളെ ചേർത്ത് നമ്മൾ പറയുന്ന പേരെന്താണ്? ഇടനാടെന്ന്. ഇടനാട്ടിലെ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. അതുകൂടെ പഠിച്ചു വെച്ചോളനെ. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്.
ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇടനാടുമായി ബന്ധപ്പെട്ട് PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്ന 5 ചോദ്യങ്ങൾ നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, തീരപ്രദേശത്തിനും മലനാടിനും ഇടയിൽ കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് ഇടനാട്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാടെന്ന് ചോദിച്ചാൽ 42%. ഏറ്റവും കൂടുതൽ വിളവൈവിധ്യം കാണപ്പെടുന്ന കേരളത്തിലെ ഭൂവിഭാഗം ഇടനാടാണ്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂവിഭാഗം അറിയപ്പെടുന്ന പേര് ഇടനാടെന്നാണ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. പഠിക്കുക. മൂന്നാമതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് തീരപ്രദേശം. തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് PSC 8 ചോദ്യങ്ങളാണ് സ്ഥിരം ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ നമുക്കങ്ങ് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. കേരളത്തിൽ ഏറ്റവും ചെറിയ ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് തീരപ്രദേശമാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഏറ്റവും ചെറിയ ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? തീരപ്രദേശമാണ്. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയാ? 580 കിലോമീറ്റർ ആണ്. തീരദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ല്, തെങ്ങ് എന്നിവ. പഠിച്ചോളണേ. നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശത്ത് അല്ലെങ്കിൽ തീരദേശത്തിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നെല്ലും തെങ്ങുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്നറിയപ്പെടുന്നത് മുഴുപ്പിലങ്ങാടി ബീച്ച്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? മുഴുപ്പിലങ്ങാടി ബീച്ചാണ്. അത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9 ആണ്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാ? 9 ആണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാ? 5 ആണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് തൃശൂർ കോർപ്പറേഷൻ ആണ്. പഠിച്ചോളണേ. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? തൃശൂർ കോർപ്പറേഷൻ ആണ്. അതിനോടൊപ്പം ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. വേറൊന്നുമില്ല. കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ എത്ര ഭാഗമാണ് തീരപ്രദേശം എന്ന് ചോദിച്ചാൽ അത് ഏകദേശം 10% കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചോളണേ. കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ എത്ര ഭാഗമാണ് തീരപ്രദേശം ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ അത് 10%. അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തീരപ്രദേശവുമായി ബന്ധപ്പെട്ട ഏകദേശം 9ഓളം ചോദ്യങ്ങളാണ് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളത്. ആ 9 ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു വെക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് തീരപ്രദേശമാണ്. തീരപ്രദേശം എന്ന് പറയുന്നത് കേരളത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 10%. പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. തീരദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ലും തെങ്ങും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ല. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്നറിയപ്പെടുന്നത് മുഴുപ്പിലങ്ങാട് ബീച്ച്. എവിടെയാണ്? കണ്ണൂർ ജില്ല. കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ 9 ആണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 5 ആണ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് തൃശൂർ കോർപ്പറേഷൻ ആണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് കേരളത്തിലെ മലനിരകളെ പറ്റിയാണ്. ആരെ പറ്റിയാ? കേരളത്തിലെ മലനിരകൾ. കേരളത്തിലെ മലനിരകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി നമുക്ക് പഠിക്കേണ്ടതാണ് ആനമുടി. ഇമ്പോർട്ടന്റ് ആണ് ആനമുടി. ആനമുടിയുമായി ബന്ധപ്പെട്ട് PSC 6 ചോദ്യങ്ങൾ പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 6 ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ വെച്ചങ്ങ് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആനമുടി. കേരളത്തിലെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. കേരളത്തിലെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ആനമുടിയാണ്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ആനമുടിയാണ്. ഇനി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ? ആനമുടി തന്നെയാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. പഠിച്ചു വെച്ചോളണേ. ആനമുടിയുടെ ഉയരം എത്രയാ? 2695 മീറ്റർ ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. താലൂക്കാണ് ചോദിക്കുന്നെങ്കിൽ ദേവികുളം താലൂക്ക്. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് ചോദിക്കുന്നെങ്കിൽ ഏതാണ്? ദേവികുളം താലൂക്കാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് ചോദിക്കുന്നെങ്കിലോ അത് മൂന്നാർ പഞ്ചായത്താണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് ചോദിക്കുന്നെങ്കിൽ അത് മൂന്നാർ പഞ്ചായത്താണ്. ഒരു കൺഫ്യൂഷനും വേണ്ട, ഒന്നുകൂടി പറഞ്ഞു തരാം. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ദേവികുളം താലൂക്ക്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ചോദിച്ചാൽ മൂന്നാർ പഞ്ചായത്ത്. ആനമുടിയുടെ ഭാഗമായി വരുന്ന മലനിരകളാണ്
വടക്ക് ഭാഗത്ത് നിന്നും ആനമല, തെക്കു ഭാഗത്ത് നിന്നും ഏലമല, വടക്കു കിഴക്ക് ഭാഗത്ത് നിന്നും പളനിമലയും വന്ന് കൂടിച്ചേരുന്നു. ഈ 3 പേരുടെ കൂടിച്ചേരുന്നതിന്റെ നടുക്ക് ഭാഗത്താണ് ആനമുടി എന്ന് പറയുന്ന കൊടുമുടി കാണപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് ഓർക്കുക. അപ്പൊ ആനമുടിയുടെ ഭാഗമായി വരുന്ന മലനിരകൾ ഏതൊക്കെയാ? വടക്ക് നിന്നും ആനമല വരുന്നു, തെക്ക് നിന്നും ഏലമല വരുന്നു, ഇനി വടക്കു കിഴക്ക് ഭാഗത്ത് നിന്നും പളനിമലയും വന്നു ചേരുന്നു. ഈ 3 മലകളുടെ സംഗമസ്ഥാനത്താണ് ആനമുടി എന്ന് പറയുന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഏത് ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമായാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. പഠിച്ചോളനെ. ഏതു ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമായാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഇരവികുളം ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമായാണ്. ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അത് നീലഗിരിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആനമുടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആനമുടിയുമായി ബന്ധപ്പെട്ട് PSC ഏകദേശം 6ഓളം ചോദ്യങ്ങൾ പ്രീവിയസ് ആയി ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ 6 നമ്മൾ പഠിക്കുവാൻ പോകുകയാണ്. ഒന്നാമത്തേത് എന്താ? കേരളത്തിലെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. അതായത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ആനമുടിയാണ്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അതും ആനമുടി തന്നെയാണ്. ഇനി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അതും ആനമുടി തന്നെയാണ്. ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ദേവികുളം താലൂക്ക്. പഞ്ചായത്താണ് ചോദിക്കുന്നതെങ്കിൽ അത് മൂന്നാർ പഞ്ചായത്താണ്. ആനമുടിയുടെ ഭാഗമായി വരുന്ന മലനിരകൾ ഏതൊക്കെയാ? വടക്ക് നിന്നും ആനമല വരുന്നു, തെക്ക് നിന്നും ഏലമല വരുന്നു, വടക്കു കിഴക്ക് നിന്നും പളനിമലയും വരുന്നു. ഇവര് 3 മലകളുടെയും കൂടെ സംഗമസ്ഥാനത്ത് ആയിരിക്കുന്നേ നമ്മുടെ ആനമുടി കൊടുമുടി ഇരിക്കുന്നത്. ഏതു ദേശീയോദ്യാനത്തിന്റെ ഭാഗമായാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഇരവികുളത്തിന്റെ ഭാഗമായി. ആനമുടിയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? നീലഗിരിയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടം മലനിരയെ പറ്റി PSC 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് 5 നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അഗസ്ത്യാർകൂടം പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന കൊടുമുടി അഗസ്ത്യാർകൂടം. പഠിച്ചോളനെ. പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായിട്ട് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് അഗസ്ത്യാർകൂടമാണ്. ഇവിടെ 2 ചോദ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. പശ്ചിമഘട്ട മലനിരയുടെ ഏറ്റവും തെക്കേ അറ്റത്തായി കാണപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അഗസ്ത്യാർകൂടമാണ്. ഇനി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തായി കാണപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? അഗസ്ത്യാർകൂടം തന്നെയാണ്. ആ 2 ചോദ്യങ്ങളെ മിക്സ് ചെയ്ത് ഒന്നാക്കിയതാണ് ഇവിടെ. പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തായി കാണപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് അഗസ്ത്യാർകൂടമാണ്. അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം 1868 മീറ്റർ. പഠിച്ചോളനെ. അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം എത്രയെന്ന് ചോദിച്ചാൽ 1868 മീറ്റർ ആണ്. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യാർകൂടമാണ്. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് അഗസ്ത്യാർകൂടമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരം മീശപ്പുലിമലയാണെന്ന്. എന്നാൽ PSC ഇതുവരെയും അത് അംഗീകരിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഗവൺമെന്റ് സൈറ്റുകളിൽ ഇപ്പോഴും ആര് തന്നെയാണ് കിടക്കുന്നത്? അഗസ്ത്യാർകൂടം തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ കേരളത്തിലെ 2ാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് അഗസ്ത്യാർകൂടമാണ്. ഇനി ഓപ്ഷനകത്ത് മീശപ്പുലിമല ഉണ്ടെങ്കിൽ അതും കൃത്യമായ ആൻസർ ആണ്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട് താലൂക്ക്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെടുമങ്ങാട് താലൂക്കാണ്. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2001 ആണ്. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം എന്നാ? 2001 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അഗസ്ത്യാർകൂടത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അഗസ്ത്യാർകൂടവുമായി ബന്ധപ്പെട്ടിട്ട് 5 ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അവ മൊത്തവും നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന കൊടുമുടി അഗസ്ത്യാർകൂടമാണ്. ഇവിടെ 2 ചോദ്യങ്ങൾ ഒളിച്ചു കിടപ്പുണ്ട്. പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് അഗസ്ത്യാർകൂടമാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന കൊടുമുടി എന്ന് ചോദിച്ചാൽ അതും അഗസ്ത്യാർകൂടമാണ്. അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം എത്രയാണ്? 1868 മീറ്റർ. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യാർകൂടമാണ്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട് താലൂക്ക്. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാ? 2001 ആണ്. ഇനി നമ്മൾ PSC സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മലനിരകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ്. ഏകദേശം 10ഓളം മലനിരകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. മലനിരകളും സ്ഥിതി ചെയ്യുന്ന ജില്ലകളും PSC ചോദിക്കുന്ന 10 പ്രധാനപ്പെട്ട മലനിരകൾ. റോസ്മല കൊല്ലം ജില്ല. റോസ്മല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ദേവിമല മീശപ്പുലിമല ഇടുക്കി ജില്ല. ദേവിമല മീശപ്പുലിമല എവിടെയാണ്?
ഇടുക്കി ജില്ലയാണ്. അമ്പുകുത്തിമല, ചെമ്പ്ര കൊടുമുടി, വയനാട് ജില്ല. അമ്പുകുത്തിമല, ചെമ്പ്ര കൊടുമുടി, വയനാട് ജില്ല. അരിമ്പ്ര കുന്നുകൾ, മലപ്പുറം. അരിമ്പ്ര കുന്നുകൾ, മലപ്പുറം. വെള്ളാരിമല, കോഴിക്കോട്. വെള്ളാരിമല എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഏഴിമല, പുരളിമല, കണ്ണൂർ ജില്ല. ഏഴിമല, പുരളിമല, കണ്ണൂർ ജില്ല. റാണിപുരം അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? മാടത്തുമല, സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ല. റാണിപുരം അല്ലെങ്കിൽ മാടത്തുമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മലനിരകളും സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം 10ഓളം മലനിരകളും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലകളും PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ 10 നമ്മൾ അങ്ങ് പഠിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ആരാ? റോസ്മലയാണ്. റോസ്മല സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ദേവിമലയും മീശപ്പുലിമലയും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ല. അമ്പുകുത്തി മലയും ചെമ്പ്ര കൊടുമുടിയും സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ല. അരിമ്പ്ര കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല. വെള്ളാരിമല സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ല. ഏഴിമലയും പുരളിമലയും സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ല. റാണിപുരം അല്ലെങ്കിൽ അവന്റെ മറ്റൊരു പേരെന്താണ്? മാടത്തുമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് കേരളത്തിലെ പ്രധാന ബീച്ചുകളെ പറ്റിയിട്ടാണ് കേട്ടോ. കേരളത്തിലെ പ്രധാന ബീച്ചുകളെ പറ്റിയിട്ടാണ്. ബീച്ചുകളുമായി ബന്ധപ്പെട്ട് കേരള PSC ഏകദേശം 6ഓളം ചോദ്യങ്ങൾ പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവ നമുക്കൊന്ന് പഠിക്കാം സുഹൃത്തുക്കളെ. കേരളത്തിലെ പ്രധാന ബീച്ചുകള്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച്, കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച് എന്നൊക്കെ അറിയപ്പെടുന്നത് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. പഠിച്ചോളനെ. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് എന്നറിയപ്പെടുന്നതും കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് മുഴുപ്പിലങ്ങാടി ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്നറിയപ്പെടുന്നത് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. അറബിക്കടലിൽ മാത്രം കാണുന്ന പ്രത്യേക പ്രതിഭാസമാണ് ചാകര എന്ന് പറയുന്നത്. അറബിക്കടലിൽ മാത്രം കാണുന്ന പ്രത്യേകതരം പ്രതിഭാസമാണ് ചാകര എന്നറിയപ്പെടുന്നത്. ചാകരയ്ക്ക് പ്രസിദ്ധമായ കടപ്പുറമാണ് പുറക്കാട് കടപ്പുറം, ആലപ്പുഴ ജില്ല. ഈ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആലപ്പുഴ ജില്ല പഠിച്ചു വെക്കണം, തെറ്റിപ്പോവല്ലേ. ചാകരയ്ക്ക് പ്രസിദ്ധമായ കടപ്പുറം എന്ന് ചോദിച്ചാൽ പുറക്കാട് കടപ്പുറം, ആലപ്പുഴ ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ പ്രധാന ബീച്ചുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം 6ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് PSC കേരളത്തിലെ ബീച്ചുകളുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അവയൊന്ന് നോക്കാം. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച്, കേരളത്തിലെ ഏറ്റവും വലിയ ബീച്ച് എന്നൊക്കെ അറിയപ്പെടുന്നത് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. അറബിക്കടലിൽ മാത്രം കാണുന്ന പ്രത്യേക പ്രതിഭാസമാണ് ചാകര. ചാകരയ്ക്ക് പ്രശസ്തമായ കടപ്പുറം ഏതാണ്? പുറക്കാട് കടപ്പുറം, ആലപ്പുഴ ജില്ല. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് PSC സ്ഥിരം ചോദിക്കുന്ന ബീച്ചുകളും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജില്ലകളുമാണ്. ഏകദേശം 2014 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ 11 പ്രധാനപ്പെട്ട ബീച്ചുകളും അത് ഏത് ജില്ലയിലുമാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ആ 11 നമ്മൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ബീച്ചുകളും ജില്ലകളും. പാപനാശം ബീച്ച്, ശംഖുമുഖം ബീച്ച്, കോവളം ബീച്ച്, തിരുവനന്തപുരം ജില്ല. പാപനാശം ബീച്ച്, ശംഖുമുഖം ബീച്ച്, കോവളം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തങ്കശ്ശേരി ബീച്ച്, കൊല്ലം ജില്ല. തങ്കശ്ശേരി ബീച്ച്, കൊല്ലം ജില്ല. ചെറായി ബീച്ച്, മുനമ്പം ബീച്ച്, എറണാകുളം ജില്ല. ഇത് രണ്ടും ഇപ്പോഴും PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളേ. ചെറായി ബീച്ചും മുനമ്പം ബീച്ചും എവിടെയാണ്? എറണാകുളം ജില്ലയാണ്. കാപ്പാട് ബീച്ച്, മാറാട് ബീച്ച്, കോഴിക്കോട്. കാപ്പാട് ബീച്ച്, മാറാട് ബീച്ച്, കോഴിക്കോട്. പയ്യാമ്പലം ബീച്ച്, ധർമ്മടം ബീച്ച്, കണ്ണൂർ ജില്ല. പയ്യാമ്പലം ബീച്ച്, ധർമ്മടം ബീച്ച്, കണ്ണൂർ ജില്ല. ബേക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ല. ബേക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ പഠിച്ചോളെ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ബീച്ചുകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ്. ഏകദേശം 11ഓളം ബീച്ചുകൾ PSC സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുണ്ട്. ആ 11 ബീച്ചുകൾ നമ്മളിവിടെ ഓരോന്നായിട്ട് പറയാൻ പോവുകയാണ്. പാപനാശം ബീച്ച്, ശംഖുമുഖം ബീച്ച്, കോവളം ബീച്ച്, തിരുവനന്തപുരം. തങ്കശ്ശേരി ബീച്ച്, കൊല്ലം ജില്ല. ചെറായി ബീച്ച്, മുനമ്പം ബീച്ച്, എറണാകുളം. കാപ്പാട് ബീച്ച്, മാറാട് ബീച്ച്, കോഴിക്കോട്. പയ്യാമ്പലം ബീച്ച്, ധർമ്മടം ബീച്ച്, കണ്ണൂർ. ബേക്കൽ ബീച്ച്, കാസർഗോഡ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് കോൾ നിലങ്ങൾ. കോൾ നിലങ്ങളുമായി ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങൾ PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കാറുണ്ട്. ആ 5 ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. കോൾ നിലങ്ങൾ.
സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോൾനിലങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കോൾനിലങ്ങൾ. കേരളത്തിലെ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകളാണ് തൃശൂർ ജില്ലയും മലപ്പുറം ജില്ലയും. പഠിച്ചോളെ, കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? തൃശൂർ ജില്ലയും മലപ്പുറം ജില്ലയും. വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും അതിജീവിക്കാൻ കഴിവുള്ള നെല്ലിനമാണ് പൊക്കാളി നെല്ല്. പഠിച്ചോളെ, വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും അതിജീവിക്കാൻ കഴിവുള്ള നെല്ലിനമാണ് പൊക്കാളി നെല്ല്. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്നത് പൊക്കാളി നെല്ല്. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്നത് പൊക്കാളി നെല്ല്. അത്ഭുത നെല്ല് എന്നറിയപ്പെടുന്നത് അയ്യാറെട്ട്. തെറ്റിപ്പോലെ, അത്ഭുത നെല്ല് എന്നറിയപ്പെടുന്നത് ആരാ? അയ്യാറെട്ടും. എന്നാൽ ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പൊക്കാളി നെല്ലുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ കോൾനിലങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏകദേശം 5ഓളം ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നും പ്രീവിയസ് ആയി PSC ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഓരോന്നായി നമുക്ക് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര് കോൾനിലങ്ങൾ. കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ചോദിച്ചാൽ തൃശൂർ ജില്ല, മലപ്പുറം ജില്ല. വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും അതിജീവിക്കാൻ കഴിവുള്ള നെല്ലിനമാണ് പൊക്കാളി നെല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്നത് പൊക്കാളി നെല്ല്. അത്ഭുത നെല്ല് എന്നറിയപ്പെടുന്നത് അയ്യാറെട്ടാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് കേരളത്തിലെ ചുരങ്ങളെ പറ്റി. ആരെ പറ്റിയാ? കേരളത്തിലെ ചുരങ്ങളെ പറ്റി. ആദ്യമായി അതിൽ നമുക്ക് പഠിച്ചു തീർക്കേണ്ടതാണ് പാലക്കാട് ചുരം. ഏതാണ്? പാലക്കാട് ചുരം. പാലക്കാട് ചുരവുമായി ബന്ധപ്പെട്ട് PSC 6 ചോദ്യങ്ങൾ പ്രീവിയസ് ആയി ചോദിക്കാറുണ്ട്. ആ 6 ചോദ്യങ്ങൾ നമ്മളിവിടെ പഠിക്കുവാൻ പോവുകയാണ്. പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. പഠിച്ചോളനെ, കേരളത്തിലെ ഏറ്റവും വലിയ ചുരം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാ? പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിന്റെ വീതി 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ 25 കിലോമീറ്റർ മുതൽ 35 കിലോമീറ്റർ വരെ എന്നും കിടപ്പുണ്ട്. അതും ശരി തന്നെയാണ്. പാലക്കാട് ചുരത്തിന്റെ വീതി എത്രയാ? 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ആരാ? അത് പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. പഠിച്ചോളനെ, പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544 ആണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ആരാ? ഭാരതപ്പുഴയാണ്. കേരളത്തിൽ നിന്നുള്ള തെക്കു പടിഞ്ഞാറൻ മൺസൂൺ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരമാണ്. കേരളത്തിൽ നിന്നുള്ള തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പാലക്കാട് ചുരത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാലക്കാട് ചുരവുമായി ബന്ധപ്പെട്ട് 6 ചോദ്യങ്ങൾ PSC പ്രീവിയസ് ആയി ചോദിക്കാറുണ്ട്. അപ്പൊ ഏതൊന്നും നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം, ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരത്തിന്റെ വീതി 30 കിലോമീറ്റർ മുതൽ 40 കിലോമീറ്റർ വരെ, അല്ലെന്നുണ്ടെങ്കിൽ ചില ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ 25 കിലോമീറ്റർ മുതൽ 35 കിലോമീറ്റർ വരെ എന്നും കിടപ്പുണ്ട്. അതും ശരി തന്നെയാണ്. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 ആണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. കേരളത്തിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് ആരാണ്? പാലക്കാട് ചുരമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട ഏകദേശം 5ഓളം ക്വസ്റ്റ്യൻസ് PSC പ്രീവിയസ് ആയി ചോദിക്കാറുണ്ട്. നമുക്ക് അവ ഓരോന്നും നോക്കാം സുഹൃത്തുക്കളെ. വയനാട് ചുരം എന്ന പേരിൽ അറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം. വയനാട് ചുരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? താമരശ്ശേരി ചുരമാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി കരിന്തണ്ടനാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആരാ? കരിന്തണ്ടനാണ്. അതുകൊണ്ട് തന്നെ കരിന്തണ്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് താമരശ്ശേരി ചുരത്തിലാണ്, അല്ലെങ്കിൽ വയനാട് ജില്ലയിലാണ് കേട്ടോ. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആരാ? കരിന്തണ്ടനാണ്. അതുകൊണ്ട് തന്നെ കരിന്തണ്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് താമരശ്ശേരി ചുരത്തിലാണ്. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 766. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766 ആണ്.
വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം താമരശ്ശേരി ചുരം. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? അത് താമരശ്ശേരി ചുരമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. താമരശ്ശേരി ചുരത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട് 5 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. വയനാട് ചുരം എന്ന പേരിൽ അറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആരാണ്? കരിന്തണ്ടനാണ്. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 766 ആണ്. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം താമരശ്ശേരി ചുരം. ഇനി നമുക്ക് മറ്റു ചുരങ്ങളെ പറ്റി നോക്കാം. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ചുരം ആലുവാമൊഴി ചുരം. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ചുരം ചോദിച്ചാൽ അത് ആലുവാമൊഴി ചുരം. ആലുവാമൊഴി ചുരം അപ്പൊ എവിടെയായിരിക്കും സുഹൃത്തുക്കളെ കാണപ്പെടുന്നത്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായാണ്. ശ്രദ്ധിക്കുക. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്തുള്ള ചുരം എന്നറിയപ്പെടുന്നത് പേരമ്പാടി ചുരം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന ചുരം എന്നറിയപ്പെടുന്നത് പേരമ്പാടി ചുരം. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം എന്നറിയപ്പെടുന്നത് ആലുവാമൊഴി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം എന്നറിയപ്പെടുന്നത് പേരമ്പാടി ചുരം. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും. ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 4 ചുരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനോടൊപ്പം PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ചുരങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ മൊത്തം നമുക്ക് 8 ചുരങ്ങൾ ഇവിടെ പഠിച്ചു തീർക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം സുഹൃത്തുക്കളെ. പാലക്കാട് ചുരം എവിടെയാ ബന്ധിപ്പിക്കുന്നത്? പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ. അതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ദേശീയപാത അത് NH 544 ആണ്. ഓക്കെ ആണ്. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന എവിടെയൊക്കെയാണ്? പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ്. അത് ഏത് ദേശീയപാതയാ കടന്നു പോകുന്നത്? NH 544 ആണ്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിലാണ്. കടന്നു പോകുന്ന ദേശീയപാത NH 766 ആണ്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിലാണ്. കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766 ആണ്. ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. കടന്നു പോകുന്ന ദേശീയപാത NH 744 ആണ്. തെറ്റിപ്പോവരുത്. ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത് പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഇതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എന്ന് പറയുന്നത് ദേശീയപാത 744 ആണ്. ബോഡി നായ്ക്കന്നൂർ ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരം എന്ന് പറയുന്നത് ഇടുക്കിയെയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കന്നൂർ ചുരം. ഇതിലൂടെ കടന്നു പോകുന്ന NH അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഏതാണ്? അത് NH 85 ആണ്. പഠിച്ചോളനെ. ബോഡി നായ്ക്കന്നൂർ ചുരം എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കിയെയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഈ ചുരത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ഏതാ? NH 85 ആണ്. പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മില്. പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മില്. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെയും കുടകിനെയും തമ്മില്. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെയും കുടകിനെയും തമ്മില്. പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് വയനാടിനെയും കണ്ണൂരിനെയും തമ്മില്. പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് വയനാടിനെയും കണ്ണൂരിനെയും തമ്മില്. ആലുവാമൊഴി ചുരം ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരത്തിനെ തിരുനെൽവേലിയുമായിട്ട്. ആലുവാമൊഴി ചുരം ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ ആരുമായിട്ടാ? തിരുനെൽവേലിയുമായിട്ട്. മിനിമം ഇത്രയെങ്കിലും സുഹൃത്തുക്കളെ നമ്മൾ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ്. അതിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ NH 544. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിലാണ്. അതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എന്നറിയപ്പെടുന്നത് NH 766 ആണ്. ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത് പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഇതിലൂടെ കടന്നു പോകുന്ന NH ഏതാ? NH 744 ആണ്. ബോഡി നായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കിനെയും മധുരയും തമ്മിലാണ്. ഇതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ? ദേശീയപാത 85 ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് മറ്റു ചില പ്രധാനപ്പെട്ട ചുരങ്ങളാണ്. പെരിയ ചുരം എന്ന് പറയുന്നത് മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരം എന്ന് പറയുന്നത് കണ്ണൂരിനെ കുടകുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പാൽ ചുരം എന്ന് പറയുന്നത് വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആലുവാമൊഴി ചുരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ കേരള PSC കേരള ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്നും ആവർത്തിക്കുന്ന ചോദ്യങ്ങളുടെ പാർട്ട് 1 മാത്രമാണ് സുഹൃത്തുക്കളെ ഇത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പാർട്ട് 2 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ PSC ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ
സ്റ്റേറ്റ്മെന്റ് ലെവലിലോ ചോദിക്കും. അതുകൊണ്ട് എങ്ങനെ പഠിച്ചാലും സുഹൃത്തുക്കൾക്ക് ഉപയോഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്.